മോർണിംഗ്. ഓക്കെ, നമ്മുടെ അഗ്രികൾച്ചർ ഓഫീസർ ചോദിച്ചപ്പം ആർക്കും കൃഷിക്കാരാകാൻ താല്പര്യമില്ലെന്നാണ് പറഞ്ഞല്ലേ, ആരും കൈ ബുക്കിയില്ല. അത് ഇച്ചിരി വിഷമമുള്ളൊരു കാര്യമാണ് ശരിക്കും പറഞ്ഞല്ലേ. മാഡം തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ കൃഷി എന്ന് പറയുമ്പം നമുക്ക് എന്തുകൊണ്ടാണ് സാധാരണഗതിയിൽ കൃഷിയോടൊരു താല്പര്യമില്ലായ്മ വരുന്നതെന്നറിയാമോ? അതൊരു വൈറ്റ് കോളർ ജോബ് ആണോ? നമ്മളൊരു കൃഷിക്കാരെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എങ്ങനത്തെ ഒരാളുടെ രൂപമാണ് വരുന്നത്? ഫാർമർ എന്ന് പറയുമ്പോൾ എന്താ ആ ആളുടെ ഒരു ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ എന്താ വരുന്നത്? കയ്യിലും കാലിലും ഒക്കെ മണ്ണുമൊക്കെ പുരട്ടി അല്ലേ, ശരിയായ പ്രോപ്പറായിട്ടുള്ള ഡ്രസ്സിങ് ഒന്നും ഇല്ലാത്ത ഒരാളെയാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു ഫാർമർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് അങ്ങനെ ഒരാളാകാൻ നമുക്കൊരിഷ്ടം ഉണ്ടോ? ഇല്ല. പക്ഷേ നമ്മളൊരു കാര്യം ചിന്തിക്കണം, നമ്മളെല്ലാവരും ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചവരാ അല്ലേ? അപ്പോൾ ഇഡ്ഡലിയോ ദോശയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചതാ നമ്മളെല്ലാം. ഈ കഴിച്ചത് ഇപ്പോൾ ദോശ ഉണ്ടാക്കാനുള്ളൊരു മാവ് അല്ലെങ്കിൽ നമ്മളെ കഴിച്ച ആ ഭക്ഷണം ഉണ്ടാക്കാൻ ഉപയോഗിച്ച ധാന്യങ്ങളോ എന്തും ആയിക്കൊള്ളട്ടെ, അതാരെങ്കിലും കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിച്ചത് കൊണ്ടാണ് നമ്മളത് കഴിച്ചത്. നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ ലോകത്തിൽ കൃഷി ചെയ്യാൻ ആളുകൾ ഇല്ലാതെ പോയാൽ ആർക്കും ജീവിക്കാൻ പറ്റത്തില്ല. ഭക്ഷണമില്ലാതെ ജീവിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ഭക്ഷണം ഉണ്ടാകണമെങ്കിൽ കൃഷി ചെയ്യാൻ ആളുകളുണ്ടാകണം, കർഷകരുണ്ടാകണം. അപ്പോൾ അതുകൊണ്ട് കൃഷി എന്നുള്ളത് നമുക്കൊരു മോശപ്പെട്ട കാര്യമായിട്ട് നമ്മൾ കരുതേണ്ട കാര്യമേ അല്ല. പക്ഷെ അങ്ങനെ ആയിപ്പോയി. നമുക്കൊരു എല്ലാ വർഷവും ഡിലേ കുറച്ചാക്കോ എന്നാ വെച്ചാൽ നമുക്കൊരു എല്ലാ വർഷവും നമ്മൾ ടി വിയിലൊക്കെ ഫിലിം ഫെയർ അവാർഡ്, മറ്റ് അവാർഡുകൾ, അങ്ങനെ പല അവാർഡുകളൊക്കെ നമ്മൾ കാണാറുണ്ട് അല്ലേ. മോഹൻലാലിന് അവാർഡ് കിട്ടി, മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടി, അവർക്ക് കിട്ടി, ഇങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ കർഷകർക്കും ചെറിയ അവാർഡൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷെ അതിനെപ്പറ്റിയൊന്നും ആരും അങ്ങനെ കാര്യമായിട്ട് കേൾക്കാറില്ല. കൊടുത്താൽ തന്നെ 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 2 ലക്ഷം രൂപ അങ്ങേയറ്റം കൊടുക്കുന്നൊരു കാര്യം. അപ്പോൾ അതുകൊണ്ട് ഇതിനൊരു പ്രാധാന്യമുള്ളതായിട്ട് ആർക്കും തോന്നാറില്ല. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കൃഷി എന്നത് ഏറ്റവും മഹത്തരമായ ഒരു ജോലിയാണ്. ആഹാരം ഉണ്ടാക്കുക എന്നുള്ളത്, ആഹാരം ഉണ്ടാക്കാൻ ആവശ്യമായ കൃഷി ചെയ്ത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ലോകത്തിലെ ഏറ്റവും നല്ല ജോലി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. മാത്രമല്ല, നമ്മൾ പറഞ്ഞ ആ കൺസെപ്റ്റിൽ നിന്നൊക്കെ ഇപ്പം കൃഷി മാറി, കൃഷി ഹൈടെക്കായി. അതൊക്കെ വേറെ തലങ്ങളിലേക്ക് വന്നു. ഇപ്പം മാഡം പറഞ്ഞല്ലോ, നമ്മളവിടെ കണ്ട കൃഷിയുടെ അനുബന്ധ കാര്യങ്ങളാണ് നമ്മളെ ആ ഹോളിൽ കണ്ടത്. വാല്യൂ അഡീഷൻ വന്ന ഒത്തിരി പ്രോഡക്റ്റുകളൊക്കെ കണ്ടു. അതൊക്കെയും കൃഷിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളോട് ഇനി നമ്മൾ മണ്ണിൽ പണിയെടുക്കാൻ ഒരു താല്പര്യമില്ലെങ്കിൽ പോലും ഇതിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളിലേക്കെങ്കിലും പോകാനുള്ളൊരു താല്പര്യം നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം ആഹാരം, അന്നം, ഫുഡില്ലാതെ നമുക്ക് ആർക്കും ജീവിക്കാനായിട്ട് പറ്റത്തില്ല. അതാണ് കൃഷിയുടെ ഏറ്റവും വലിയൊരു മാഹാത്മ്യം അല്ലേ, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാനത് വിടാം. ഇപ്പം ഇവിടെ മാഡം ഓർപ്പിച്ചതുപോലെ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് കാഞ്ഞിരപ്പള്ളിയിലുള്ള ഹോം ഗ്രോൺ എന്ന് പറഞ്ഞ നഴ്സറിയിൽ നിന്ന്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഹോം ഗ്രോൺ നഴ്സറി എന്ന് കേട്ടിട്ടുണ്ടോ? അല്ലെ, ഹോം ഗ്രോൺ ബയോടെക്? ഇല്ല. ഇത് ശരിക്കും പറയാൻ ഏഷ്യയിലെ തന്നെ ട്രോപ്പിക്കൽ ഫ്രൂട്ട് പ്ലാന്റ്സിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ ഒരു നഴ്സറിയാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു നഴ്സറിയാണ്. ഇങ്ങനെ ഈ അൾട്രാ ട്രോപ്പിക്കൽ ഫ്രൂട്ട്സിന്, റംബുട്ടാൻ പോലെയുള്ള ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെ ഉൽപ്പാദനത്തിലുള്ള വലിയൊരു നഴ്സറിയാണ്. 1999 1999 അത് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ 25th ഇയറാണിത്. ഏകദേശം 100 ഏക്കർ സ്ഥലത്താണ് ഈ നഴ്സറി. എത്രയുണ്ട്? 100 ഏക്കേഴ്സ്. അത്രയും വലിയൊരു നഴ്സറി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. നമ്മളൊക്കെ ഈ റോഡിൽ ബസ്സിലോ അല്ലെങ്കിൽ കാറിലോ ഒക്കെ യാത്ര ചെയ്യുമ്പോഴൊക്കെ നമ്മൾ റോഡ് സൈഡിലൊക്കെ ചെറിയ ചെറിയ നഴ്സറികൾ കണ്ടിട്ടുണ്ട് അല്ലേ. പക്ഷെ ഇത്രയും വലിയൊരു നഴ്സറി നമ്മൾ കണ്ടിട്ടില്ല. ഇത് കാഞ്ഞിരപ്പള്ളി കേട്ടിട്ടുണ്ടോ നിങ്ങൾ? എരുമേലി കാഞ്ഞിരപ്പള്ളി എന്നൊക്കെ കേട്ടില്ല, അതിനടുത്തായിട്ടാണ് കേട്ടോ. അവിടെ വിഴിക്കത്തോട് എന്ന് പറഞ്ഞൊരു ചെറിയ ഗ്രാമത്തിൽ മണിമലയാറിൻ്റെ തീരത്ത് 2-3 പ്ലോട്ടിലായിട്ട് 100 ഏക്കർ സ്ഥലത്താണ് ഈ നഴ്സറി പ്രവർത്തിക്കുന്നത്. 300ഓളം പേര് അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അതൊരു പ്രൈവറ്റ് നഴ്സറിയാണ് എങ്കിലും നമ്മുടെ നമ്മുടെ സംസ്ഥാന കൃഷി വകുപ്പിൻ്റെയും അതുപോലെ SHM NSM പോലെയുള്ള ഗവൺമെൻറ് ഏജൻസികളിലൊക്കെ അംഗീകാരത്തോടുകൂടി പ്രവർത്തിക്കുന്ന നഴ്സറിയാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി 1-2 ചിത്രങ്ങൾ ഞാൻ കാണിക്കാം, കണ്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഹോളിഡേയ്സൊക്കെ കിട്ടുമ്പോൾ അവിടെ ഒന്ന് വരണം. താല്പര്യമുണ്ടോ വരാൻ? അവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ ഫലവൃക്ഷങ്ങളൊക്കെ, ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ ഒത്തിരി കാണാനായിട്ട് പറ്റും.
അവിടെ ഈ തൈകളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് കാണാൻ പറ്റും. അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ പേരൻസിനെയൊക്കെ കൂട്ടിക്കൊണ്ട് വരിക. ഓക്കെ, കാണാനായിട്ട് പറ്റും. ഇനി നമ്മൾ ഇന്ന് പറഞ്ഞത് മുഴുവൻ, അതായത് നിങ്ങൾ കണ്ടത് മുഴുവൻ ഫ്രൂട്ട്സുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമായിട്ട് സമൃദ്ധി എന്ന് പറഞ്ഞ ഒരു പേരൊക്കെ ഇട്ട് പല സമൃദ്ധി, എന്താ സമൃദ്ധി. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത്, തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്ത് ഒരു ഫലവൃക്ഷങ്ങൾ നിറഞ്ഞ ഒരു ഗ്രാമമാക്കാനുള്ള ഒരു വലിയ പദ്ധതിയാണ് ഇവിടെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഫലവൃക്ഷങ്ങൾ, ഫ്രൂട്ട്സിന് എന്താ ഇത്ര പ്രാധാന്യമുള്ളത്? വൈറ്റമിൻസ്. അതായത് നമുക്ക് ആരോഗ്യമുള്ള ഒരു ശരീരം, അതിൻ്റെ അകത്ത് മെഡിസിനൽ പ്രോപ്പർട്ടീസ്, ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ് ഒരു ഫ്രൂട്ട്സിനെ ഹൈലൈറ്റ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫ്രൂട്ട് ട്രീസൊക്കെ ഉണ്ടല്ലേ? മുമ്പ് പറഞ്ഞു മാംഗോ ഉണ്ടെന്ന് പറഞ്ഞു, ജാക്ക് ഫ്രൂട്ട് ഉണ്ടെന്ന് പറഞ്ഞു, റംബൂട്ടാനൊക്കെ ഇല്ലേ വീട്ടിൽ, മാംഗോസിനുണ്ട്. അങ്ങനെയുള്ള ഫ്രൂട്ട്സൊക്കെ നമ്മുടെ വീടുകളിലുണ്ട്. ഇതൊക്കെ കഴിക്കാറുണ്ടോ? കുറേശ്ശെയൊക്കെ. ഇഷ്ടമാണോ ഇതൊക്കെ കഴിക്കാൻ? ചക്കയൊക്കെ കഴിക്കുമോ? പിള്ളേർ ചക്ക കഴിക്കുമോ? നല്ല കാര്യം. ചക്കയൊക്കെ പലർക്കും ഇപ്പം പിള്ളേർക്കൊന്നും ചക്കയൊന്നും വേണമെന്നാണ് പറയുന്നത്. പക്ഷെ ഇങ്ങനെയുള്ള ഫ്രൂട്ട്സ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ICMR എന്ന് പറയുന്ന ഒരു ഏജൻസി ഉണ്ട്. ICMR, ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച് എന്ന് പറഞ്ഞൊരു ഏജൻസി ഉണ്ട്. ആ ഏജൻസിയുടെ ഏറ്റവും പുതിയ പഠനം അനുസരിച്ച് നമ്മൾ ഒരു ദിവസം 100 ഗ്രാം പഴങ്ങളെങ്കിലും കഴിക്കണമെന്നാണ് പറയുന്നത്. 100 ഗ്രാം പഴങ്ങളെങ്കിലും കഴിക്കണം. അതിനകത്ത് നമുക്ക് ധാന്യങ്ങൾ ഇത്ര വേണമെന്നുണ്ട്, പ്രോട്ടീൻ കലർന്ന ഭക്ഷണങ്ങൾ, മീറ്റ്, ഫിഷ് അങ്ങനെ ഇത്ര വേണമെന്നുണ്ട്, വെജിറ്റബിൾസ് ഇത്ര വേണമെന്നുണ്ട്. അതുപോലെ തന്നെ അവർ പറയുന്നൊരു കാര്യമാണ്, ഫ്രൂട്ട്സിനോടുള്ള ബന്ധത്തിൽ ഒരു 100 ഗ്രാംസ് ഫ്രൂട്ട്സ് എങ്കിലും ഒരു ദിവസം നമ്മൾ കഴിക്കണം. എന്തുകൊണ്ടാണ്? ഈ പറഞ്ഞ പോലെ വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഏറ്റവും ധാരാളമായിട്ടുള്ള ഒരു ഫുഡാണ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. കോവിഡിൻ്റെ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ട ഒന്നായിരുന്നു വൈറ്റമിൻ സി എന്ന് കേട്ടു. വൈറ്റമിൻ സി അല്ലേ? നമ്മളൊക്കെ അതിൻ്റെ ടാബ്ലറ്റൊക്കെ വാങ്ങിച്ച് കഴിച്ചു വരാം വൈറ്റമിൻ സി കിട്ടാൻ വേണ്ടി. പക്ഷെ ഏറ്റവും കൂടുതൽ വൈറ്റമിൻ സി ഉള്ളത് എവിടെയാണെന്നറിയാമോ? സിട്രസ് ഐറ്റംസിലുണ്ട്, അതുപോലെ ഫ്രൂട്ട്സിലുണ്ട്. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ കഴിക്കാമെന്ന് പറയുമ്പോൾ നമ്മുടെ ഹെൽത്തിന് ആവശ്യമായ ഒത്തിരി വൈറ്റമിൻസും മിനറൽസും ഒക്കെ നമുക്ക് കിട്ടുന്നത് ഈ ഫ്രൂട്ട്സിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഫ്രൂട്ട്സിന് ഇത്ര ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് തന്നെ ഒരു 1 crore ഫ്രൂട്ട് പ്ലാന്റ്സ് എല്ലായിടത്തും കൊടുക്കുന്ന വലിയൊരു പദ്ധതിയൊക്കെ 1-2 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് നമ്മുടെ കൃഷിഭവൻ വഴിയൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാമോ, നമ്മുടെ സ്റ്റേറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പഞ്ചായത്തിലും ഒരു കൃഷിഭവനുണ്ട്, ഒരു കൃഷി ഓഫീസറുണ്ട്, അവിടെ സ്റ്റാഫുണ്ട്. അവർ ഇത്രമാത്രം ഈ കാര്യങ്ങളൊക്കെ ഗവൺമെൻറ്റൊക്കെ ചെയ്യുന്നതിന് വേണ്ടി അത്ര ഇമ്പോർട്ടൻസ് കൃഷിയിലും ഫ്രൂട്ട് പ്ലാന്റ്സിലും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ആ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കി, ഫ്രൂട്ട്സിൻ്റെ പ്രാധാന്യവും ഫ്രൂട്ട് പ്ലാന്റ്സ് വെച്ച് പിടിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യതയൊക്കെ നമ്മൾ മനസ്സിലാക്കി നമ്മളത് ചെയ്യണം. നമ്മുടെ വീട്ടിൽ ഫ്രൂട്ട് പ്ലാന്റ്സ് വേണ്ടതിൻ്റെ ഏറ്റവും വലിയൊരു ആവശ്യകത എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കിപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്ന ഫ്രൂട്ട്സ് ഒന്നും അത്ര നല്ലത് അല്ല. ഒത്തിരി പെസ്റ്റിസൈഡ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അല്ലേ, വിഷം നിറഞ്ഞ വിഷമടിച്ച ഈ പഴങ്ങളൊക്കെയാണ് പലപ്പോഴും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യം ഉണ്ടാകുകയാണെന്ന് മാത്രമല്ല, ഉള്ള ആരോഗ്യം കൂടി ചിലപ്പോൾ പോവും. അപ്പോൾ അതിനുള്ള അതിന് മറുപടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ തന്നെ നമ്മുടെ വീടുകളിൽ ഇങ്ങനെയുള്ള പഴച്ചെടികൾ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന നിങ്ങൾക്കൊക്കെ ഇത് ചെയ്യാൻ പറ്റും അല്ലേ? കുറച്ച് സമയം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയ ഒരു പഴത്തോട്ടം നമ്മുടെ വീട്ടിലുണ്ടാക്കാൻ ഒരു പാടുമില്ല. ഒത്തിരി സ്ഥലമൊന്നും ഇല്ലാത്തവർക്കും ചെയ്യാം. ഒരു പേരയൊക്കെ വെച്ച് പിടിപ്പിക്കാൻ വലിയ സ്ഥലം വേണോ? വേണ്ട. പേരയ്ക്ക എന്നൊക്കെ പറയുന്നത്, പേരയ്ക്കയെ പറ്റി പറയുന്നത് ആർക്കും കഴിക്കാവുന്നൊരു പഴമാണ് പേരയ്ക്ക. അതായത് ഇപ്പം നമുക്കറിയാം, നമ്മുടെ വീടുകളിലൊക്കെ പ്രമേഹ രോഗികൾ അല്ലേ, ഡയബറ്റീസുകാർ, ഹൈപ്പർ ടെൻഷൻകാർ, കൊളസ്ട്രോൾ ഉള്ളവരൊക്കെ വളരെ കൂടുതലാണ്. ജീവിതശൈലി രോഗങ്ങൾ എന്നൊക്കെ ഒരു പേരൊക്കെ ഇട്ട് വിളിക്കുന്ന രോഗങ്ങളാണ്. ഈ രോഗങ്ങളൊക്കെ ഉള്ളവർക്ക് പല പഴങ്ങളും കഴിക്കാനായിട്ട് പറ്റത്തില്ല. കാരണം അതിനകത്ത് ഷുഗർ കണ്ടൻറ്റ് കൂടുതലായതുകൊണ്ട്. മറ്റു പഴം, ഇപ്പോൾ റംബൂട്ടാനൊക്കെ നല്ല പഴമാണെന്ന് വിചാരിച്ച് ഷുഗറുള്ള ആളുകൾ ഒത്തിരി കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ ഭയങ്കരമായിട്ട് ഹൈ ആവും. അപ്പോൾ അവർക്ക് കഴിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഉള്ളവർക്ക് പോലും കഴിക്കാൻ പറ്റുന്ന ഒരു പഴമാണ് എന്ത്? പേരയ്ക്ക. പേരയ്ക്ക കഴിച്ചാൽ ആർക്കും ഒരു രോഗവും കൂടുതലാകുകയില്ല. എന്ന് വെച്ചാൽ ഡയബറ്റീസ് ഉള്ളവർക്കോ BP ഉള്ള ആളുകൾക്കോ ഒന്നും അതിൻ്റെ ലെവൽ ഒരിക്കലും കൂടത്തില്ല, കുറയേ ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള പേരയൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ നമുക്ക് വെച്ച് പിടിപ്പിക്കാനായിട്ട് പറ്റും. നിങ്ങൾ വൈകുന്നേര സമയത്തോ രാവിലെയൊക്കെ ഇപ്പം കുഞ്ഞുങ്ങൾക്ക് സമയം കാണത്തില്ല എങ്കിലും വൈകുന്നേര സമയത്തൊക്കെ ആണെങ്കിലും നമ്മുടെ വീടുകളിൽ കുറച്ച് സമയം നമ്മൾ ഇതിനു വേണ്ടി ചെലവഴിച്ചാൽ, നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, നമ്മളൊരു പഴച്ചെടി വെച്ച് പിടിപ്പിച്ച് വെള്ളമൊഴിച്ച് വളർത്തിക്കൊണ്ട് വന്ന് കുറച്ച് നാൾ കഴിഞ്ഞ് അതിലൊരു പഴം ഉണ്ടാകുമ്പോൾ നമുക്കൊന്ന് സന്തോഷമല്ലേ?
നിങ്ങളെങ്ങനെ നോക്കിയിട്ടുണ്ടോ? നമുക്ക് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ്. ഭയങ്കര സന്തോഷം. നമ്മൾ നട്ടുവെച്ച, നമ്മൾ പ്ലാന്റ് ചെയ്ത ഒരു ചെടിയിൽ ഒരു ഫ്രൂട്ടുണ്ടായി കാണുക, അത് പറിച്ച് നമ്മളെല്ലാവരും കൂടെ, വീട്ടിലുള്ള എല്ലാവരും കൂടെ കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒത്തിരി സന്തോഷം കിട്ടുന്ന കാര്യമാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മൾ മൊബൈലിലൊക്കെ എന്തുമാത്രം സമയം അല്ലേ കളയുന്നുണ്ട്. നിങ്ങളൊന്നും അങ്ങനത്തെ പിള്ളേരായിരിക്കും അല്ലാണോ? അല്ല. ഓ ഗുഡ്, ഓക്കെ. എന്നാലും പക്ഷേ പല കുഞ്ഞുങ്ങളും അങ്ങനെയാണോ? അല്ല. സ്കൂളിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ മൊബൈലിൽ നോക്കി ഇങ്ങനെ വെറുതെ സമയം കളയുക. പക്ഷേ കുറച്ച് സമയം നമ്മൾ അങ്ങനെ ഇതിനു വേണ്ടിയൊക്കെ ചിലവഴിച്ചാൽ നമ്മുടെ ആരോഗ്യത്തിന് പ്രയോജനകരമാകുന്ന പഴങ്ങൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കാനായിട്ട് പറ്റും, അത് കഴിക്കാൻ പറ്റും, നമ്മുടെ സമയം നമുക്ക് നന്നായിട്ട് പ്രയോജനപ്പെടുത്താൻ പറ്റും. മാത്രമല്ല, നമ്മൾ മുറിയിലൊക്കെ അടച്ചിട്ട് ഈ മൊബൈലൊക്കെ നോക്കി സമയം കളയുന്നതിന് പകരം നമ്മുടെ വീടിന് മുറ്റത്തൂടെ ഈ പറമ്പിൽ കൂടെ ഒക്കെ നടക്കുന്നത് ഭയങ്കരമായിട്ട് നമുക്ക് എൻജോയ്മെൻറ്റ് തരുന്നൊരു കാര്യം. അപ്പോൾ ആ രീതിയിൽ, രണ്ട് രീതിയിലും നമുക്ക് ഈ പഴങ്ങൾ പ്രയോജനപ്പെടുത്താൻ പറ്റും. ചെറിയൊരു പഴത്തോട്ടമൊക്കെ, അതാണ് ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ ഉദ്ദേശിക്കുന്ന. നമ്മുടെ ഗ്രാമം ഈ നമ്മുടെ പേരെങ്ങനെയായിരുന്നു ഗ്രാമം? തോട്ടപ്പുഴശ്ശേരി ഗ്രാമം ഒരു പഴഗ്രാമമായിട്ട് മാറണമെന്നുള്ള ആശയത്തിലാണ്. പഴങ്ങൾ ഒരു ഫ്രൂട്ട് ഗാർഡൻ ആയിരിക്കണം നമ്മുടെ ആ പഞ്ചായത്ത് മുഴുവൻ. ആ ഒരു ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതികളൊക്കെ വരുന്നത്. നിങ്ങൾക്കും നിങ്ങൾ ഈ ഇവിടെയൊക്കെ ഉള്ളവരാണോ? എനിക്ക് അറിഞ്ഞുകൂടാ. ആണോ? റെസിഡൻഷ്യൽ സ്കൂൾ ആയതുകൊണ്ട് മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്നവരായിരിക്കും കൂടുതലും. അപ്പോൾ ഇവിടെ ഉള്ളവരാണെങ്കിലും എവിടെയുള്ളവരാണെങ്കിലും നമുക്കും അതിൻ്റെ അകത്തൊരു പങ്ക് വഹിക്കാനായിട്ട് പറ്റും. നമുക്കും അങ്ങനെ ഒരു തീരുമാനം എടുത്തു. ഒരു പേരത്തെ എങ്കിലും ഞാൻ വീട്ടിൽ വളർത്തും, എൻ്റേതായിട്ട് വളർത്തും. ഞാനിത് പറയുമ്പോൾ ഒരു കാര്യം പറയാം. അപ്പോൾ ഞാൻ ഈ നഴ്സറി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. നമുക്ക് ഹൗസ് വാമിങ്ങിനൊക്കെ നമ്മളെ ആളുകൾ വിളിക്കുമല്ലോ. നമ്മൾ സാധാരണ എന്തെങ്കിലും ഗിഫ്റ്റ് കൊണ്ടാണ് അവിടെ പോകുന്നത്. ഞാൻ പറയട്ടെ, എനിക്ക് എൻ്റെ ഒരു അനുഭവത്തിൽ ഞാനൊരു കാര്യം പറയാം. എന്നെ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റാണ്. അതിൻ്റെ ഗുണം എന്നാണെന്നറിയാവോ? എപ്പം വഴി വെച്ച് കണ്ടാലും പറയും, അയ്യോ അത് കായ്ച്ചു കേട്ടോ, നല്ല പഴമായിരുന്നു. നമുക്ക് ഭയങ്കര സന്തോഷം. അത് വേറെ എന്തെങ്കിലും സാധനം കൊടുത്തു കഴിഞ്ഞാൽ അത് അന്നേരം മറന്നു, പിന്നെ അത് ഓർക്ക് പോലുമില്ല. പക്ഷേ ഒരു ഫ്രൂട്ട് പ്ലാന്റ് നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്ലാന്റിലോ ഫ്രൂട്ട് ഉണ്ടാകുന്ന സമയത്തൊക്കെ അവർ നമ്മളെക്കുറിച്ച് ഓർക്കും. നല്ല കാര്യമല്ലേ? നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യും. നമ്മളെ കാണുമ്പോൾ അവർക്കൊരു സന്തോഷം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഗിഫ്റ്റായിട്ടൊക്കെ കൊടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെ നമുക്കിതിൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പം കൃഷിയെയും പഴവർഗ്ഗങ്ങളെയൊക്കെ സ്നേഹിക്കുന്ന നല്ല കുട്ടികളായിട്ട് നിങ്ങൾ വളരാൻ വേണ്ടി ഞാൻ ആശംസിക്കുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഓക്കെ, താങ്ക് യു. ക്ലാസ് ഉള്ള സമയങ്ങളിൽ നിന്ന് എത്രയും വിലപ്പെട്ട സമയങ്ങളിൽ നമ്മൾ ടീച്ചേഴ്സ് കൃഷിയുടെ പ്രാധാന്യം എന്താണെന്ന് ടീച്ചേഴ്സിനാണ് ആദ്യമായിട്ട് കൃഷി വകുപ്പിൻ്റെയും സമൃദ്ധി എക്കോ ഷോപ്പിൻ്റെയും കർഷകർക്ക് എല്ലാം പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. പിന്നെ ഇത്രയും നേരം ക്ലാസ് കുറേയെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കൃഷിയുടെ പ്രാധാന്യവും ഫ്രൂട്ട്സിൻ്റെ പ്രാധാന്യവും നമ്മുടെ ലൈഫിലും ഹെൽത്തിലും ഒക്കെ എന്തോരം ഇത് ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ വിഷരഹിതമായ പച്ചക്കറിയും ഫ്രൂട്ട്സും ഒക്കെ തിന്നണമെങ്കിൽ നമ്മുടെ വീട്ടിലും ഓരോ ചെടിയെങ്കിലും നട്ടുപിടിപ്പിക്കണേ. സാർ നിങ്ങൾക്ക് ക്ലാസ് എടുത്തു തന്നു. അപ്പോൾ ഇത്രയും നേരം ക്ഷമയോടിരുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും പ്രത്യേകമായ നന്ദി പറയുന്നു. നിങ്ങൾക്ക് ക്ലാസ് എടുത്തു തന്ന ഹോം ഗ്രൗണ്ട് സാറിന് പ്രത്യേകമായ നന്ദി പറഞ്ഞുകൊണ്ട്. അപ്പൊ ഈ സാറിന്റെ ക്ലാസ് കഴിഞ്ഞ് ആർക്കെങ്കിലും കൃഷിയോട് ഒരു താല്പര്യം തോന്നിയോ? ഒരു രക്ഷയില്ലല്ലേ? എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാൻ? വാ ചോദിക്കും. എന്താ അതിനൊക്കെ ക്വസ്റ്റ്യൻ എന്തോ പറ. ചോദിക്കടാ, എന്തായാലും ഇവിടെ നിൽക്കുമോ? ഓരോ കൃഷിക്കും നമ്മൾ വളം ഇട്ട് കൊടുക്കുമല്ലോ, ഫെർട്ടിലൈസേഴ്സ്. നമ്മൾ സാധാരണ വീട്ടിലൊക്കെ നമ്മൾ മാനുവല് അല്ലെങ്കിൽ പശുവിന്റെ അത് മറ്റേതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ഓരോ ഫെർട്ടിലൈസേഴ്സ് നമ്മൾ ഈ കൃഷി പൗഡറിനൊക്കെ എടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ മനസ്സിലാവും ഈ ഒരു ചെടിക്ക് ഇത് കുറവാണ്, നമ്മൾ എത്ര ഇടണമെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവും പറ്റും? ചെടി ഉദ്ദേശിക്കുന്ന പച്ചക്കറി, ഫലവൃക്ഷം എല്ലാം. അതായത് നമ്മൾ KUവിൻ്റെ ഒരു പബ്ലിഷിംഗ് ഉണ്ട്. KU എന്ന് വെച്ചാൽ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി. അതാണ് പാക്കേജ്. കുറേ ഇരിക്കുന്നവരെ ശ്രദ്ധിച്ചേ, ഇങ്ങോട്ട് വായിക്കും. ഞാനിവിടെ ഇത്രയും സുന്ദരിയായി ഞാനിവിടെ ഇത്രയും സംസാരിക്കുമല്ലേ, ഒന്ന് എന്നെ നോക്കിയിരുന്നത് രണ്ടേ. അതായത് നമ്മുടെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഒരു പാക്കേജ് ഓഫ് പ്രാക്ടീസ് എന്ന് പറഞ്ഞൊരു സാധനം ഇറക്കി. അപ്പം നിങ്ങൾ എല്ലാവരും ഗൂഗിൾ ഉപയോഗിക്കുന്നവരായിരിക്കുമല്ലോ, ഉപയോഗിക്കാൻ കാര്യങ്ങളും ഉണ്ടോ? കൈവപ്പായിരുന്ന എന്തെങ്കിലും സമ്മാനം ഞാൻ തന്നത്. അതായത് നമ്മൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ പാക്കേജ് ഓഫ് പ്രാക്ടീസ് KU ഉണ്ട്. ഇനി ഗൂഗിൾ ഉപയോഗിക്കുക.
സമ്മാനം തരുന്നില്ല കാര്യം വലിയ കണ്ണാടി നമ്മൾ ആ പാക്കേജ് ഓഫ് പ്രാക്ടീസ് KU എന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ അതിനകത്ത് ഓരോ പ്ലാന്റ്സിന് ഫെർട്ടിലൈസർ റെക്കമെൻഡേഷൻ വരും. പിന്നെ അതെല്ലാം നമുക്ക് അത് നോക്കാൻ നേരെയില്ല സപ്പോസ്. അപ്പം അങ്ങനത്തെ ഒരു കേസ് ആണെങ്കിൽ നമ്മൾ കൂടുതലും ഓർഗാനിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കണം. അതായത് നേരിട്ട് ചാണകം അങ്ങനെ ഇടാതെ ട്രൈക്കോഡർമ സമ്പുഷ്ടിത ചാണകം, അതായത് ട്രൈക്കോഡർമ ഇൻഡ്യൂസ്ഡ് കൗഡങ് എന്ന് പറയും. അത് നമുക്ക് എല്ലാ ഫലവൃക്ഷങ്ങൾക്ക് യൂസ് ചെയ്യാം. പച്ചക്കറിക്ക് ഉപയോഗിക്കാം, മറ്റേ നമ്മളുടെ ഫലവൃക്ഷങ്ങൾക്ക് യൂസ് ചെയ്യാം, ഏത് കാര്യത്തിലും. ഇപ്പോൾ കൂടുതലും നമ്മളിപ്പം കുറച്ച് ബേസിക്കായി ഓർത്താൽ മതി. ഇപ്പം ട്രൈക്കോഡർമ ഇൻഡ്യൂസ്ഡ് കൗഡങ് എല്ലാവർക്കും യൂസ് ചെയ്യാം. പിന്നെ രോഗങ്ങൾ വരാതിരിക്കാൻ വേപ്പധിഷ്ഠിത കീടനാശിനികൾ, അതായത് നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക് നമുക്ക് കേട്ടിട്ടുണ്ട്. നിങ്ങൾ കുറച്ചൊക്കെ കൃഷിയിലേക്ക് ഇറങ്ങണം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സാറ് പറഞ്ഞു പെർ ഡേ നമ്മൾ ഇത്ര വെജിറ്റബിൾ കഴിക്കണം, പെർ ഡേ ഇത്ര ഫ്രൂട്ട്സ് കഴിക്കണം, പെർ ഡേ ഇത്ര കാർബോഹൈഡ്രേറ്റ് കഴിക്കണം, പ്രോട്ടീൻ കഴിക്കണം, അങ്ങനെയൊക്കെയുണ്ട്. ഇങ്ങനത്തെ സാധനങ്ങൾ കഴിക്കാതെ വരുമ്പോഴാണ് നിങ്ങളൊരു അസുഖം കേട്ടിട്ടുണ്ടോ? അൽഷിമേഴ്സ് കേട്ടിട്ടുണ്ടോ? എന്താ അസുഖം? മറവി അല്ലേ? ഇപ്പം നമ്മൾ പഠിക്കാൻ നേരം നമ്മൾ ഓരോ ഓർമ്മയില്ല. എന്തുകൊണ്ടാണ് ഓർമ്മയില്ലാത്തത്? നമ്മുടെ ആകെ ബാലൻസ്ഡ് ഡയറ്റ് അല്ല. ഇപ്പം നിങ്ങൾ രാവിലെ ഇന്ന് ഫുൾ ബ്രേക്ക്ഫാസ്റ്റ് പ്ലേറ്റിലെ തീർത്തിട്ട് ഇവിടെ എണീറ്റവരുണ്ട് എന്ന് കൈവച്ചിട്ട് ഫുൾ ബ്രേക്ക്ഫാസ്റ്റ് ചുമ്മാ അതിൻ്റെ വിറച്ച് കഴിച്ചിട്ടില്ല, ഉറപ്പാ. ഫുൾ ബ്രേക്ക്ഫാസ്റ്റ് അമ്മ തന്നത് പ്ലേറ്റിലെ ഫുൾ തീർത്ത്. അത് കഴിച്ച രീതി എങ്ങനെയാണ്? നിന്നോണ്ടാണോ കഴിച്ച് ഇരുന്നോണ്ടാണോ കഴിച്ചത്? നിന്നോണ്ട് കഴിച്ചവരൊന്ന് കൈകൊള്ളു. നിന്നോണ്ട് സ്റ്റാൻഡ് നിന്നോണ്ട് കഴിച്ചായിട്ട്. ഞാൻ പറയട്ടെ, നിങ്ങൾ ഇന്ന് രാവിലെ എങ്ങനെ ഇറങ്ങിയെന്ന്? ഓടി ഒരു ഡ്രസ്സും ഒക്കെ ഇട്ട് ഓടി ഇങ്ങോട്ട് വന്ന് അവിടെ മേശയിരിക്കുന്ന ഫുഡ് എടുത്ത് നിന്നോണ്ട് 2 വാരി കഴിച്ച് ഇറങ്ങിയവരല്ലേ? അതാണ് നിങ്ങളെല്ലാവരും എടുക്കുക. ഞാൻ തോറ്റു. നമ്മൾ ശരിക്കും ബാലൻസ്ഡ് ഡയറ്റ് മാക്സിമം നിങ്ങൾ ഫോളോ ചെയ്യണം. അപ്പോൾ ഞാനീ പറഞ്ഞ ചെറിയൊരു രീതി ഞാൻ പറഞ്ഞതാണ്. അതായത് ട്രൈക്കോഡർമ സമ്പുഷ്ടിത ചാണകം ഏതൊരു സസ്യത്തിനും ഇടാം. രോഗം കീടാൻ വരാതിരിക്കാൻ വേപ്പിൻ പിണ്ണാക്ക് അതിട്ടാൽ രോഗം ഒന്നും വരില്ല. നിങ്ങൾ ബോൺവിറ്റ ബൂസ്റ്ററൊക്കെ കഴിക്കുകയല്ലേ, അതുപോലെ അതും ഇല്ല. അപ്പോൾ വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കുക, രോഗങ്ങൾ കീടങ്ങളും വരാതിരിക്കും. പിന്നെ വീട്ടിലുള്ള നിങ്ങൾ അവിടെ ഇവിടെ ഡംപ് ചെയ്യുന്ന ഇതില്ലേ, അതായത് പച്ചക്കറിയുടെ മിച്ചമൊക്കെ ഡംപ് ചെയ്യല്ലേ, അതൊക്കെ ഒരു കുഴി കുഴിച്ച് അതിനകത്ത് ഇടുകയാണെങ്കിൽ അതിനെ നിങ്ങൾക്ക് കമ്പോസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ഞാനീ പറഞ്ഞ പാക്കേജ് ഓഫ് പ്രാക്ടീസ് അത് മറക്കില്ല, അത് അടിച്ചാൽ മതി. പാക്കേജ് ഓഫ് പ്രാക്ടീസ് ഫോർ ബ്രിഞ്ചോൾ അല്ലെ ഫോർ വെജിറ്റബിൾസ്. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ കാര്യങ്ങൾ കിട്ടും. ഇനിയുണ്ടോ സംശയങ്ങൾ? നിനക്ക് ഏതാണ്ട് സംശയമുണ്ടോ? കുറേ നേരം പറ, സംശയമുണ്ടോ നിനക്കുണ്ടോ? ഇല്ല. അപ്പം എന്നാണല്ലോ നിങ്ങളെല്ലാവരും കൃഷിയെ സ്നേഹിക്കുന്ന നാളത്തെ ഒരു അഗ്രികൾച്ചറൽ ഓഫീസർ ആകാൻ ഞാൻ ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഞങ്ങൾക്ക് ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്ത് തന്ന ഈ പള്ളിക്കാരോടും പിന്നെ ഞങ്ങളുടെ കൃഷി ഓഫീസർ പിന്നെ ഹോം ഗ്രൗണ്ടിലെ ആൾക്ക് പിന്നെ അവർക്ക് കർഷക സംഘം അവരോടെല്ലാവരും വളരെ വലിയൊരു താങ്ക്സ് പറയുന്നു. കാരണം ഇപ്പോൾ ഒരു പുതിയൊരു കാലഘട്ടത്തിൽ നമുക്ക് കൃഷി ചെയ്യാനൊരു സമയമില്ല. അതായത് ഇപ്പോൾ കടകളിലൊക്കെ പോകുമ്പോൾ തന്നെ വളരെ നമുക്ക് ആകർഷകമായൊരു ഭക്ഷണങ്ങളാണെങ്കിലും നമുക്ക് അതിലൊരു ആരോഗ്യപരമായൊരു ഗുണങ്ങളില്ല. അതായത് മിക്കതും എത്തിലും വെച്ച് പഴുപ്പിച്ചെടുത്ത തക്കാളികൾ, പിന്നെ നമുക്ക് വിഷ്വലി നമുക്ക് ആകർഷകമായ ഭക്ഷണങ്ങളാണ് ഇപ്പോൾ കടകളിൽ കാണുന്നത്. പക്ഷെ നമുക്ക് ആരോഗ്യപരമല്ല അത്. അതായത് കെമിക്കൽസ് വെച്ച് പഴുപ്പിച്ചെടുത്തതും ഒക്കെയാണ് നമുക്കിപ്പോൾ കിട്ടുന്നത്. ഇപ്പോൾ ഉള്ള ആരോഗ്യം കൂടെ പോകുമ്പോൾ ഇത്ര നല്ല അഡ്വൈസ്, പിന്നെ അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കെയർ ടേക്ക് ചെയ്യേണ്ടത്, അതിനെല്ലാം ഞങ്ങൾക്ക് ഒരു അറിവ് തന്നതിനായിട്ട് ഞങ്ങൾ താങ്ക് യു പറയുകയാണ്. ഇതുവരെ അറേഞ്ച് ചെയ്തതാണെങ്കിൽ താങ്ക് യു. എനിവേസ് താങ്ക് യു.